ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതാണ്. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് തന്നിരിക്കുന്നത്, കേരളം ആധുനികതയിലേക്ക്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. കഴിഞ്ഞ 10th പ്രിലിംസിന്റെ 3 ഫേസിലുമായിട്ട്, അതായത് ലാസ്റ്റ് ഫേസിൽ 5ഓ 6ഓ മാർക്കിനാണ് ഈ ഒരു 8 ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വൃത്തിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ പാടുള്ള ചാപ്റ്റർ അല്ല ഇത്, പക്ഷേ അത്യാവശ്യം കണ്ടന്റ് എന്തെങ്കിലും ഉണ്ട് താനും. അപ്പൊ നല്ല വൃത്തിക്ക് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവസാനം ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് 2024 അവസാന ഘട്ടങ്ങളിലും 2025 തുടക്കവും ചോദിച്ചിരിക്കുന്ന ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അങ്ങ് സെറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ഒരു ചെറിയൊരു ഡയറി കുറിപ്പാണ് തന്നിരിക്കുന്നത്. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികന്റെ പേരാണ് ആര്? അൽവാരോ വെൻഹോവ്. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് വലിയ ഇതില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് സമീപസ്ഥമായ മനോഹരമായ മലനിരകൾ കണ്ടോ. 1498 മെയ് 20 എന്താണ് പ്രത്യേകത? വാസ്കോ ഡ ഗാമ നമ്മുടെ അല്ലെ അവിടെ വന്ന് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് ചേമഞ്ചേരി താലൂക്കിലെ കാപ്പാട് കടപ്പുറത്ത് വന്ന് കാലുകുത്തിയ സമയമാണ്. അന്നത്തെ ഡയറി കുറിപ്പാണ് തന്നിരിക്കുന്നത്. സമീപസ്ഥമായ മനോഹരമായ മലനിരകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല. കരയോട് കുറെ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ കലേക്കുറ്റിന് വടക്കായിട്ടാണെന്നും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. കാലിക്കറ്റ്, കോഴിക്കോട് അല്ലെ, കലേക്കുറ്റ്. അന്ന് രാത്രി തന്നെ കലേക്കുറ്റു പട്ടണത്തിന് 2 കാതം ദൂരെ കാപ്യ, പണ്ടത്തെ കാപ്യ എന്ന പേരെന്താണ്? കാപ്പാട്. എന്താണ്? ഈ പട്ടണത്തെ ഞങ്ങളുടെ വഴികാട്ടി കലൈക്കുറ്റി എന്ന് തെറ്റിദ്ധരിച്ചതാണ് ഇപ്രകാരം ചെയ്തത്. അല്പം ദൂരെയായി പന്തരിനി, എന്താണ്? പന്തലായിനി എന്ന പട്ടണവുമുണ്ട്. 4 വഞ്ചികളിലായി കരയിൽ നിന്ന് പുറപ്പെട്ട കുറെ പേർ ഞങ്ങളെ സമീപിച്ചു. അവർക്കറിയേണ്ടത് ഞങ്ങൾ ഏത് നാട്ടുകാരാണെന്നായിരുന്നു. കലൈക്കുറ്റിലേക്കുള്ള വഴി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ. എന്താണ്? കാപ്യ എന്നത് എന്താണ്? കാപ്പാടാണ്. കലൈക്കുറ്റ് കോഴിക്കോട്. അതേപോലെ തന്നെയാണ് പന്തിരിനി എന്ന് പറയുന്ന ഏതാണ്? പന്തലായനിയാണ്. പിന്നെ പഠിക്കേണ്ട കാര്യം, വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികന്റെ പേരാണ് എന്ത്? അൽവാരോ വെൻഹോവ്. ഓക്കെ, നോക്കാം നമുക്ക്. 15ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്താണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്. നമുക്കറിയാം എന്താണ്? 1498. എങ്ങനെയാണ് നമ്മൾ നൂറ്റാണ്ട് പറയുന്നത്? ആദ്യത്തെ 2 വർഷം കൊടുത്തിട്ട് +1 ചെയ്താൽ മതി. അപ്പൊ എന്താണ്? 15ാം നൂറ്റാണ്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം 2025 അല്ലേ, 2025 +1 കൂട്ടുമ്പോൾ നമുക്കറിയാം എന്ത് കിട്ടി? 21 കിട്ടി. അതാണ് 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നൂറ്റാണ്ടുകൾ നോക്കുന്നത്. അപ്പൊ വർഷം അറിഞ്ഞാൽ നമുക്ക് നൂറ്റാണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി കൂടി എളുപ്പം ഉണ്ടാകും. അപ്പൊ നോക്കിക്കേ, കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. ആരൊക്കെയാണ്? അറബികൾ, ചൈനക്കാർ. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെടുകയും എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നതാണ് പോർച്ചുഗീസുകാരെ കുപിതരാക്കുന്നത്. കോഴിക്കോടിന്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ ശ്രമിച്ചു. കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും എന്ത് ചെയ്യാനായില്ല? വിജയിക്കാനായില്ല. പോർച്ചുഗീസുകാരെ കൂടാതെ ആരൊക്കെയാണ്? ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര് വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. ഇനി എന്താണ്? കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. 1663 ഡച്ചുകാര് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തുന്നത്. 1663. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ക്വസ്റ്റ്യൻ ആണ്. എന്നാണ്? 1741. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അതേപോലെ തന്നെ ഡച്ചുകാരും തമ്മിലായിരുന്നു. അതിൽ ഡച്ചുകാർ പരാജയപ്പെട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ നിന്ന് വിട്ടുപോകുകയാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധം ഇംഗ്ലീഷും ഫ്രഞ്ചും. ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബോക്സ് നോക്കാം. കുഞ്ഞാലിമരക്കാരുടെ കാര്യമാണ് പറയുന്നത്. കുഞ്ഞാലിമരക്കാർ സ്മാരകം എവിടെയാണ്? വടകരയിലാണ്. വടകര. കുഞ്ഞാലിമരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വടകര. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവനായിരുന്നു ആര്? ഈ പറയുന്ന കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി എന്താണ്, കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഇവർ 4 പേരാണ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും എന്താണ് ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ആരാണ് ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാനായിട്ട് സഹായിച്ചത്? കുഞ്ഞാലി മൂന്നാം. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം. ഉണ്ടോ? ഇത് നമ്മുടെ സെക്കൻഡ് ഫേസിലോ തേർഡ് ഫേസിലോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫത്ഹുൽ മുബീൻ എന്താണ്? കുഞ്ഞാലി മൂന്നാമൻ്റെതാണ്. കുഞ്ഞാലി മൂന്നാമനല്ല, ചാലിയൻകോട്ട വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആരെഴുതിയത്? ഗാസി മുഹമ്മദ്. ഏത് നൂറ്റാണ്ടിൽ? 16-ാം നൂറ്റാണ്ടിൽ. ഏത് ഭാഷയിൽ? അറബി ഭാഷയിൽ. എന്താണ് ഇതിന്റെ പേര്? ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം. ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടിയൊരുപോലെ പോരാടിയിടും ഹിന്ദുവായുള്ളൊരു ഈ രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യനിൽ അവിടുത്തെ ജാതി വിവേചനം എന്നാ പറഞ്ഞത്, പക്ഷെ അത് അങ്ങനെയല്ല. അവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തെയാണ് ആ ഒരു കൃതികളിലൂടെ, ഫത്ഹുൽ മുബീനിലൂടെ ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ പ്രഖ്യാപിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞതാണ് കുളച്ചൽ യുദ്ധം. എന്താണ് കുളച്ചൽ യുദ്ധം? ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷേ കേരളം പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു എന്ത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അതിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. ഇതാരാണ് പറഞ്ഞത്? സർദാർ KM പണിക്കർ. ഏത് പുസ്തകത്തിൽ? ഹിസ്റ്ററി ഓഫ് കേരള. അപ്പൊ ചോദിക്കാം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ആര്? സർദാർ KM പണിക്കർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്, അടുത്ത കാര്യമാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടി ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പാണ്ഡികശാലകൾ, ഗോഡൌണുകൾ സ്ഥാപിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. തുടർന്ന് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി എന്ത് മാറുന്നുണ്ട്? ഈ പറയുന്ന അഞ്ചുതെങ്ങ് മാറുന്നുണ്ട്. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 എന്താണ് ആറ്റിങ്ങൽ കലാപം? ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത്. 1721 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721. ആദ്യ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യ സംഘടിത കലാപം ചോദിക്കുമ്പോൾ അത് ആറ്റിങ്ങൽ കലാപമാണ്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ കേരള ഹിസ്റ്ററിയുടെ 2021 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഇത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. ചോദിക്കുന്നതാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി ചോദിക്കാറുണ്ട്. എങ്ങനെയാണ്? അതായത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതെന്ന് ചോദിക്കാം. അതേതാണ്? ശ്രീരംഗപട്ടണമാണ്. അത് ഏത് വർഷമാണെന്ന് ചോദിക്കാം. ഏതാണ്? 1792. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതമായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട്. പകരമായി ശത്രുക്കളിൽ നിന്നും സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ മലബാറിൽ നേരിട്ടും, ഇമ്പോർട്ടന്റ് ആണ്, മലബാറിലാണ് നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടുകൂടി കേരളം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിട്ട് മാറി. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്? ശ്രീരംഗപട്ടണം ഉടമ്പടി മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ആ ഉടമ്പടി പ്രകാരമാണ് മലബാർ ആർക്ക് ലഭിക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. 1792 ഈ 1792 കൊച്ചി രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട്. 95 എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന തിരുവിതാംകൂർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കിക്കേ. നെക്സ്റ്റ് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളിലാണ് പറയുന്നത് വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഇമ്പോർട്ടന്റ് ആണ്. കുണ്ടറ വിളംബരത്തിൽ കേട്ടോ.
ഇനി എന്താണ് ഇവിടെ, അതിനെ പറ്റിയാണ് ജസ്റ്റ് ആ വിളംബരത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിന്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈകടത്തലുകൾ അവർക്ക് ഇഷ്ടമായില്ല. ഇതിനെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആരെയാണ്? കേരള സിംഹം. ആരാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിൽ എന്താണ് പൈച്ചിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെട്ടു. അപ്പൊ ചോദിക്കാറുണ്ട് പഴശ്ശിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് ആരാണ്? നമുക്കറിയാം, അത് പഴശ്ശിരാജയാണ്. അതേപോലെ തന്നെ പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിക്കൊണ്ട് എഴുതിയ നോവലാണ് ഇത്? സർദാർ KM പണിക്കർ എഴുതിയ നോവലാണ് കേരള സിംഹം എന്നുള്ളത്. എന്താണ്? കേരള സിംഹം. ആരെഴുതിയ നോവലാണ്? സർദാർ KM പണിക്കറാണ്. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് എന്തിൽ പറയുന്നത്? നോവലിൽ പരാമർശിക്കുന്നത്. ഉണ്ടോ? പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ്. നമ്മൾ പറഞ്ഞു കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയായിരുന്നു നമ്മൾ കണ്ടത്? കണ്ടോ? അതെവിടെയാണ്? അത് വടകരയിലാണ്. നെക്സ്റ്റ് നോക്കാം, പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഒരു വട്ടം ചോദിച്ചതാണ് കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജകുടുംബത്തിലേതാണെന്നുള്ളത്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ആര് വാഗ്ദാനം ചെയ്യുന്നുണ്ട്? പഴശ്ശിരാജാവ് വാഗ്ദാനം ചെയ്യും. പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്യും. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതങ്ങ് ആ ഒരു യുദ്ധം ജയിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ വാഗ്ദാനം അങ്ങ് നിറവേറ്റില്ല. മാത്രവുമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്തോടുകൂടിയാണ്. ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അതേപോലെ തലക്കൽ ചന്തു. എങ്ങനെ? പോരാട്ടത്തിനൊടുവിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. നെക്സ്റ്റ് ആണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനാലാണ് അതിനെതിരായിട്ടാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ത് ചെയ്യുന്നത്? പ്രതിഷേധിക്കുന്നത്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. ഏത് വർഷം? 1809 ജനുവരി 11. എന്താണ്? വേലുത്തമ്പി എന്ത് ചെയ്യുന്നുണ്ട്? ആ കുണ്ടറ വിളംബരത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്താണ്? അതായത് അവർക്കെതിരെ ആയുധമെടുത്ത് പോരാടാനായിട്ടാണ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് പ്രസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു കളയും. ഓക്കെ, പക്ഷെ എന്താണ്? അരിച്ചന്തീരാത്ത ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ മൃതശരീരം എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയില് കെട്ടിത്തൂക്കുന്നുണ്ട്. അതേപോലെ പാലിയത്തച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? മദ്രാസിലേക്ക് നാട് കടത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പഴശ്ശിരാജാവും വേലുത്തമ്പിയും പാലിയത്തച്ഛന്റെ ഒക്കെ പരാജയത്തോടുകൂടി സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ എന്തുണ്ട്? ജനകീയമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, ഇനിയാണ് ലോക കമ്പോളത്തിന്. കേരളം എന്താകുന്നുണ്ട്? ലോക കമ്പോളത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. കാര്യം നമുക്കറിയാം, ഇവര് എല്ലാ ബ്രിട്ടീഷുകാരായിക്കോട്ടെ, ഫ്രഞ്ചുകാര്, അതേപോലെ പോർച്ചുഗീസുകാർ എല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അവർ നമ്മുടെ സമ്പത്ത് കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും പിന്നീട് വന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അവർക്ക് എല്ലാവർക്കും എന്താണ് വേണ്ടത്? നമ്മുടെ നാട്ടിലെ സാധനങ്ങളായിരുന്നു. അതായത് എന്തൊക്കെയാണ്? കണ്ടോ? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടക്ക, ഇരുമ്പ് ഇതെല്ലാം ഇവർ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സകല സാധനങ്ങളും ഇവിടെ ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ട അടുത്ത ടോപ്പിക്ക് എന്താണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എവിടെയാണ് നിർമ്മിച്ചത്? ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂര് മുതൽ തിരൂര് വരെയാണ്. ബേപ്പൂർ ടു തിരൂര് 1861 1861 ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് ആദ്യത്തെ റെയിൽപാത വരുന്നത്. ഓക്കെ,
ഇനി നോക്കിക്കേ, ഇവിടെ അതേപോലെ പറയാണ്, വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് റോഡുകളും പാലങ്ങളും റെയിൽ പാലങ്ങളും ഒക്കെ പണിതു. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴയിൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചു. അപ്പൊ നമുക്ക് അവര് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടുള്ള കുറെ നേട്ടങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നത്. അതായത് എന്താണ്? റെയിൽവേ വന്നു, അതേപോലെ റോഡുകളൊക്കെ നന്നായിട്ട് വന്നു. അതേപോലെ ഇപ്പോഴത്തെ അല്ലെ, പണ്ട് കാലത്തെ റോഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുണ്ടാക്കിയിരിക്കുന്നത്, ബ്രിട്ടീഷുകാരൊക്കെ നിർമ്മിച്ചിരിക്കുന്ന റോഡുകളൊക്കെ ഇപ്പോഴും അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആൾക്കാരുണ്ടാക്കുന്ന റോഡുകളാണ് ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം വരെ പോലും നിൽക്കാതെ വരുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടിങ് സിസ്റ്റം ഒക്കെ ആരാണ്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർ തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഭൂബന്ധങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളാക്കി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ എന്താകുന്നുണ്ട്? പരിതാപകരമായിട്ട് മാറുന്നുണ്ട്. ഇതിനെതിരെ നടന്ന കലാപങ്ങളെ പറ്റിയാണ് മുൻ അധ്യായത്തിൽ പറയുന്നത് മാപ്പിള കലാപങ്ങൾ എന്നൊക്കെ പറയുന്നത്. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ് ഇത്? ലോഗൻ കമ്മീഷൻ. എന്താണ്? മാപ്പിള കലാപത്തെ പറ്റി അന്വേഷിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയാന്മ നിയമം പഠിച്ചു വെച്ചോ? മലബാർ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 1929 മലബാർ കുടിയാന്മ നിയമം നടപ്പിലാക്കിയതോടുകൂടി കർഷകരുടെ മേൽ നാമമാത്രമായ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായാണെങ്കിലും അവർക്കൊരു അവകാശം ലഭിക്കുകയാണ്. ഇനി അടുത്തതാണ്, തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ ഭൂമി. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇതിനെയാണ് പണ്ടാരപ്പാട്ട വിളംബരം 1865. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരം തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂവുടമകളായിട്ട് മാറുന്നുണ്ട്. ഇതിനു പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലും കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്? നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. പിന്നീടാണ് വരുന്നത് 1914 എന്ത് വരുന്നുണ്ട്? കൊച്ചി കുടിയാന്മ നിയമം. അപ്പൊ നമുക്കറിയാം, തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചി എന്നാണ് 1914 കുടിയാന്മ നിയമം, മലബാറിൽ 1929 മലബാർ കുടിയാന്മ നിയമം. നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 3 വർഷങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? തിരുവിതാംകൂർ 1865 പണ്ടാരപ്പാട്ട, കൊച്ചിയിൽ 1914 കുടിയാന്മ നിയമം, 1929 മലബാർ കുടിയാന്മ നിയമം. ഓക്കെ, അപ്പൊ അടുത്ത പറയുവാണ് അവരുടെ കാർഷിക മേഖലയിലെ അവരുടെ വാണിജ്യവൽക്കരണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിയിക്കുന്നുണ്ട്. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിന്റെ ഉൽപാദനം കുറഞ്ഞു. അല്ലെ, പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? മരച്ചീനി കൃഷി എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിപ്പിക്കുന്നുണ്ട്. ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കോർൺവാലിസിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ എന്ത് ചെയ്യുന്നത്? തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയതും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയതും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായിട്ട് മാറി. എന്താണ് കോർൺവാലിസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ? വ്യാപാര ആവശ്യത്തിനായി കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ എന്ത് വേണമായിരുന്നു? തേക്കുമരങ്ങൾ വേണമായിരുന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നത്? തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിക്കാനായി കളക്ടറായ ഹെൻറി വാലന്റൈൻ കോർൺവാലിസിയെ കമ്പനി ചുമതലപ്പെടുത്തുകയും ഏകദേശം 1500 ഏക്കറോളം എന്ത് ചെയ്യുന്നുണ്ട്? കോർൺവാലിസ് തേക്ക് വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. ഇത് പിന്നീട് എന്താണ്? കോർൺവാലിസ് പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ കോർൺവാലിസ് പ്ലോട്ട് എവിടെയാണ്? നിലമ്പൂരാണ്. തോട്ട വ്യവസായത്തിന്റെയും പരമ്പരാഗത വ്യവസായത്തിന്റെയും വളർച്ച.
തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നുണ്ട്. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടമേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടൊപ്പം നാളികേരം, കയറ്, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ട് മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. 1859 ഇമ്പോർട്ടന്റ് ആണ്. 1859 ആദ്യത്തെ കയർ ഫാക്ടറി എവിടെ സ്ഥാപിതമാകുന്നത്? ആലപ്പുഴയിൽ സ്ഥാപിതമാകുന്നത്. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു, അല്ലെ? ഫറോക്ക്, കൊല്ലം, ഉള്ളൂര് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആധുനിക വ്യവസായങ്ങളുടെ ഉദയം എന്ന് പറയുന്നത് എന്താണ്? 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ അവയിൽ ഭൂരിഭാഗവും എവിടെയായിരുന്നു? തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായം നൽകി. പള്ളിവാസൽ വൈദ്യുതനിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. ഓക്കെ, അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റുള്ളവയാണ് എന്ത്? പുനലൂർ പേപ്പർ മില്ല്. മാച്ച് ഫോളോയിങ് ആയിട്ട് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചതാണ്. പുനലൂർ പേപ്പർ മില്ല് കൊല്ലമാണ്. കളമശ്ശേരിയിലെ FACT എറണാകുളമാണ്. കുണ്ടറ സെറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമില്ല് കൊച്ചിയാണ്. മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്തിൽ കേരളത്തിൽ ഉയർന്നു വന്നു. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് ഏത്? നെടുങ്ങാടി ബാങ്ക്. തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് രൂപം കൊണ്ട ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. സാംസ്കാരിക മേഖലയിലേക്ക് ബ്രിട്ടീഷ് സ്വാധീനം ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് നെക്സ്റ്റ് വരുന്നത്. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിക്കുന്നത്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഓക്കെ, മലയാള ഭാഷയിലെ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. മിഷണറിയായ ബെഞ്ചമിൻ വെയ്ലിയാണ് എന്താ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരവും പശ്ചിമോദയവും മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. ഇവിടെ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ്. ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും, രണ്ടും വ്യത്യാസമുണ്ട്. ബെഞ്ചമിൻ ബെയ്ലി അല്ലെ എന്താണ് ചെയ്തത്? ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ഹെർമൻ ഗുണ്ടർട്ട് എന്താണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും രൂപപ്പെടുത്തി. എങ്കിലും മലയാള ഭാഷയിൽ ആദ്യ നിഘണ്ടു ആരാണ്? അത് അർണോസ് പാതിരിയാണ്. ഓരോ ക്വസ്റ്റിനും വ്യത്യാസമുണ്ട്, വൃത്തിക്ക് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആണ് ആര് പറയുന്നത്? ഹെർമൻ ഓക്കെ, നെക്സ്റ്റ് ആണ് നോക്കിക്കേ, രാജ്യസമാചാരവും പശ്ചിമോദയം. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രണ്ട് പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും. LMS എവിടെയാണ്? തിരുവിതാംകൂറിലും. ചർച്ച് മിഷൻ സൊസൈറ്റി CMS എവിടെയാണ്? കൊച്ചിയും തിരുവിതാംകൂറും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയാണ്? മലബാറിലാണ്. ജാതി മതഭേദം എന്നീ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായിട്ട് നൽകുന്നുണ്ട്. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ആരാണ്? ഗൗരി പാർവതി ബായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായിട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. എന്താണ്? 1817 ഗൗരി പാർവതി ബായ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. ഗൗരി പാർവതി ബായ് ട്ടോ. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാവിധികളെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? നമ്മൾ പറയത്തില്ല, തിളച്ചെണ്ണയിൽ കൈ മുക്കി നോക്കും, പാമ്പുള്ള കുടത്തി കൈയിടും, അതേപോലെ ആനയെ കൊണ്ട് ചവിട്ടിക്കും, അങ്ങനെയൊക്കെ കുറെ ശിക്ഷാവിധികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ്? അവര് തിളച്ചെണ്ണയിൽ കൈമുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊള്ളിയില്ലെങ്കിൽ അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷെ ഇതൊക്കെ എന്തായിരുന്നു? താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം ഉണ്ടായിരുന്ന ശിക്ഷാവിധികളാണ്.
അതായത് അക്കാലത്ത് കുറ്റാരോപിതന്റെ ജാതിയെ അടിസ്ഥാനമാക്കിയാണ് എന്താ വിചാരണയും ശിക്ഷയും ഒക്കെ നടപ്പാക്കിയിരുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ പരിഷ്കരിച്ചുകൊണ്ട് കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഇതോടെ ജാതിക്കതീതമായി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി. കേസുകളുടെ വിചാരണക്കായി വിവിധ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോടതികൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് എന്ത് ലഭിക്കുന്നുണ്ട്, പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായി നടന്നത് എവിടെയാണ്, മലബാറിൽ. ഇക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്നുകൾ വരുത്താൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിക്കുന്നുണ്ട്. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ സർക്കാർ ആശുപത്രികൾ ആരംഭിക്കുന്നുണ്ട്. കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരെ നിയമങ്ങൾ നിലവിൽ വന്നു. അങ്ങനെയാണ് മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ എന്ത് ചെയ്യുന്നത്, ഊന്നൽ നൽകിയിരുന്നത്. ഇത് പ്രകാരം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. ഇത് തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്കു കാരണമായി. കേരളത്തിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കാനുമുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ പരിഷ്കാരങ്ങളെങ്കിലും കേരളീയ സമൂഹത്തിന്റെ ആധുനികീകരണത്തിനും ഇവ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് ആരാണ്, സ്വാമി വിവേകാനന്ദനാണ്. 1897 പറയുന്നത്. 1897 നമുക്ക് എന്താണ് പ്രത്യേകത, നമുക്കറിയാവുന്ന എന്താണ്, INC സമ്മേളനം 1897, അമരാവതി കോൺഗ്രസ്, ചേറ്റൂർ ശങ്കരൻ. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ ഒരു ബോക്സ് ആണ്. വൈകുണ്ഠസ്വാമികൾ ഏതാണ്, സമത്വ സമാജം. വൈകുണ്ഠസ്വാമി. ചട്ടമ്പി സ്വാമികൾ എന്തിനായിരുന്നു, കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, അതേപോലെ മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയതാണ് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു നമുക്കറിയാം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നുണ്ട്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിലോ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരേ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ദൈവദശകവും ആത്മോപദേശ ശതകവും. എന്താണ്, ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ചോദിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരു 100 വർഷം മുമ്പ് രചിച്ച ഏതാണ്, പ്രാർത്ഥനാഗീതമായ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണ് തന്നിരിക്കുന്നത്. അതേപോലെ എന്താണ്, അവനവൻ ആചരിക്കുന്നവന് എന്താണ്, അപരന് സുഖത്തിനായി വരയണമെന്ന് പറയുന്ന ഏതിലാണ്, ആത്മോപദേശ ശതകത്തിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, വരികൾ തന്നിട്ട് ചോദിക്കാം ഏതിലെയാണെന്നുള്ളത്. അപ്പൊ ഏതാണ്, ആഴമേറും നിന്മഹസാൽ ദൈവദശകമാണ്. അവനവൻ ആത്മസുഖത്തിന്, അത് ഏതിലെയാണ്, ആത്മോപദേശ ശതകത്തിലേതാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, പോരാട്ടം നടത്തി. ഇതിനെ തുടർന്നാണ് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. അപ്പൊ ആരാണ് മാറുമറക്കാനായിട്ട് അനുവാദം നൽകിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്രം തിരുനാളാണ്. 1859 1888 എന്താണ്, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പൊ എന്നാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, 1818 ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. ജാതിമേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് ജാതിമേദം മതദ്വേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ചുകൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാക്കാനും അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. എന്താണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് ആലുവ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ ചോദിക്കാം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്, ഏത് ഇതായിട്ട് ബന്ധപ്പെട്ടതാണ്, ആലുവ സർവമത സമ്മേളനമാണ്. ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും.
സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത് വൈക്കം സത്യാഗ്രഹം. ടി കെ മാധവന്റെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്താണ് ഇതിനോടനുബന്ധിച്ചിട്ടാണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? സവർണ ജാഥ 1924 നവംബർ 1 സവർണ ജാഥ. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യമായിട്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. എ കെ ഗോപാലനായിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. AKG പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. തുടർന്ന് മദ്രാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ? വൈക്കം സത്യാഗ്രഹം പറയുന്നുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം പറയുന്നുണ്ട്, അതേപോലെ ക്ഷേത്രപ്രവേശന വിളംബരവും വന്നു 1936 നവംബർ 12. നെക്സ്റ്റ് ആണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിലേക്ക് വരികയാണ്. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ആരാണ്? റെസിഡന്റുമാരിലൂടെയാണ്, പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും എന്തായിരുന്നില്ല? ശക്തമായിരുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആരാണ്? ആനി ബസന്റ് അധ്യക്ഷത, പാലക്കാട് വെച്ച്. എന്തൊക്കെയാണ്? മലബാർ ജില്ലാ കോൺഗ്രസ് 1916 ആനി ബസന്റ്, പാലക്കാട്. പ്രഥമ സമ്മേളനമാണ് പറയുന്നത്. KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് ആണ് 1920 നടന്ന മഞ്ചേരി സമ്മേളനം. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനമാണ് മഞ്ചേരിയിൽ നടന്നത്. ഓക്കെ, 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും എവിടെ എത്തുന്നുണ്ട്? കോഴിക്കോട് എത്തുന്നത്. ഗാന്ധിജിയുടെ ആദ്യ വിസിറ്റ് അല്ലെ 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബും. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകർ, മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾ നേതൃത്വം നൽകി. ഈ സമരങ്ങളെയാണ് മലബാർ കലാപം 1921 വിശേഷിപ്പിക്കുന്നത്. 1930-കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ എവിടെയാണ്? പയ്യന്നൂരിലും. മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പൊ അറിയാം, ഉപ്പ് നിയമലംഘനം അവിടെയാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനും കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ്. ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. വിദേശ വസ്തുക്കളും ബഹിഷ്കരണവും മദ്യക്ഷാപ പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും നിയമലംഘനത്തിന്റെ ഭാഗമായി നടന്നു. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറുന്നുണ്ട്. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്തായിട്ട് മാറുന്നുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപം കൊള്ളുന്നത് 1939. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറയുന്നത്. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരുമായ സമരം സജ്ജമാക്കി. കയ്യൂർ, മൊറാഴ സമരം, കരിവള്ളൂർ സമരം എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിൽ ഉണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടത് ആരാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. ഫറോക്ക് പാലം തകർക്കാൻ ആരൊക്കെയാണ്? നമ്മുടെ KB മേനോനും കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കേസ്. അതായത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെന്നും പറഞ്ഞ് KB മേനോന്റെ പേരാണ് തന്നിരുന്നത്.
പൂക്കോട്ടിയൂർ യുദ്ധം എന്താണ്? നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടിയൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിക്കുന്നത്. ചേറ്റൂർ ശങ്കരൻ നായർ എന്താണ്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നുണ്ട്. ഗാന്ധിയൻ സമരങ്ങളോട് കടുത്ത വിയോജിപ്പിച്ച് പ്രകടിപ്പിച്ച അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എന്ത്? ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിയും അരാജകത്വവും. അടുത്തതാണ് തിരുവിതാംകൂറിലെ പറയുകയാണ്. അപ്പൊ തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭത്തിൽ കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. എന്താണ് മലയാളി മെമ്മോറിയൽ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടമാണ് മഹാരാജാവിന് സമർപ്പിക്കുന്നത്. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. 1896 എന്ത് ചെയ്യുന്നുണ്ട്? 1891 മലയാളി മെമ്മോറിയൽ. 96 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് എന്ത്? ഈഴവ മെമ്മോറിയലും സമർപ്പിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുന്നതിന് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാരാണ് എന്ത് നടത്തുന്നത്? ക്രിസ്ത്യൻ മുസ്ലിം ഈഴവർ. 1932 നിവർത്തന പ്രക്ഷോഭം. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. ആരൊക്കെയാണ്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ നിവർത്തന പ്രക്ഷോഭം 32. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടു. അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നാണ് 1938. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരം. അപ്പൊ പുന്നപ്ര വയലാർ സമരം എന്നാണ്? 1946. ആർക്കെതിരെയാണ്? CP രാമസ്വാമി അയ്യർ. ഇതോടുകൂടി എന്താണ്? തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ പുന്നപ്ര വയലാർ സമരം പറയുന്നുണ്ട്. എന്താണ്? തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം എന്താണ്? പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും എന്ത് ചെയ്യുന്നുണ്ട്? സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. C കേശവന്റെ പ്രസംഗത്തിൽ പറയുന്നതാണ് ഇതൊക്കെ. നെക്സ്റ്റ് പറയാണ് കൊച്ചി. എന്താണ്? ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം എന്താണ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതോടുകൂടിയാണ് എന്ത്? 1936 ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. എന്താണ്? തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിലെ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. എന്നാൽ 1941 S നീലകണ്ഠയ്യർ, VR കൃഷ്ണനെഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകരിച്ചു. ആരൊക്കെയാണ്? S നീലകണ്ഠനും VR കൃഷ്ണനെഴുത്തച്ഛനും. പിന്നെ ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവര്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും. എന്താണ്? മുകൾ നൽകിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചുവല്ലോ. സ്ത്രീകളും കേരളം ഒട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. എന്തൊക്കെയാണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനം, കോൺഗ്രസ് വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അതാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ട് അറിയപ്പെട്ടത്. കഴിഞ്ഞ 10th പ്രിലിംസ് 3rd ഫേസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകരയിലാണ്. 1931. മലബാറിൽ ആരായിരുന്നു? AV കുട്ടിമാളു അമ്മയും. തിരുവിതാംകൂറിൽ ആരൊക്കെയായിരുന്നു? അക്കമ്മ ചെറിയാനും ആനി മസ്കറിനുമാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് കൗമുദി. കൗമുദി ടീച്ചർ ആരായിരുന്നു? ഹരിജൻ ഫണ്ടിന്റെ പ്രചരണാർത്ഥം നമ്മുടെ ഗാന്ധിജി കേരളത്തിൽ വരികയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ വളകളും മാലകളും ഒക്കെ അഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കൗമുദി ടീച്ചർ. നെക്സ്റ്റ് ആണ് ഐക്യ കേരളത്തിലേക്ക്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും
മലയാളികൾ 3 വ്യത്യസ്ത ഭരണ മേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഏത് സമ്മേളനമാണ്? 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു അധ്യക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് മലബാർ ജില്ലാ കോൺഗ്രസ് ആയിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം. ഈ സമ്മേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? നിലവിൽ വരുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിലെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. 47 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ. അപ്പൊ ഐക്യ കേരള കൺവെൻഷൻ എവിടെയാണ്? തൃശ്ശൂരിലാണ്. 1947 സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസ്സാക്കുന്നുണ്ട്. ഇനി ഇതേ തുടർന്ന് 1949 ജൂലൈ 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് EMS 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1.25 കോടി മലയാളികൾ ആരുടെ പുസ്തകമാണെന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സംസ്ഥാനത്തിൽ ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. 49 ജൂലൈ 1 തിരുക്കൊച്ചി വരുന്നത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് 4 പഠിച്ചു വെക്കുക. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗ് താലൂക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി ഇതാണ് ഐക്യ കേരള പ്രതിജ്ഞ. 3ആയി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്ന നാം ആരെഴുതിയതാണ്? NV കൃഷ്ണവാര്യരാണ്. ഓക്കെ അല്ലേ? ഇത്രയുമാണ് ആ ചാപ്റ്റർ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025-ലും 2024 അവസാന സമയത്തും ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓർക്കുക, 3ാമത്തെ ഫേസിൽ 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കാണ് ഈ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? 1949 ജൂലൈ 1. ഇത് 11/2025, അതായത് 3ാമത്തെ ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് കേരള ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചാപ്റ്റർ വിട്ട് കളയരുത് എന്നുള്ളത്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം ആരാണ് രൂപീകരിച്ചത്? ആത്മവിദ്യാസംഘം കിടക്കുന്നു. ആരുടേതാണ് ആത്മവിദ്യാസംഘം? വാഗ്ഭടാനന്ദൻ രൂപീകരിച്ചതാണ് എന്ത്? ആത്മവിദ്യാസംഘം. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദനാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? നമുക്കറിയാം, ചേറ്റൂർ ശങ്കരൻ നായരാണ്. അതേ കിടക്കുന്നു. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഫത്ഹദുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഏതാണ് നോക്കാം നമുക്ക്. ഏതൊക്കെയാണ്? ഗാസി മുഹമ്മദ് ആണ് എഴുതിയത്. ഏത് നൂറ്റാണ്ടിൽ? 16-ാം നൂറ്റാണ്ടിൽ. ഫത്ഹദുൽ മുബീൻ എന്താണ്? വ്യക്തമായ വിജയമാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഗാസി മുഹമ്മദ് ആണ് എഴുതിയത്. സാമൂതി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കേരളത്തിലെ ജാതീയ വ്യവസ്ഥയെ എന്തുണ്ട്? വിവരിക്കുന്നുണ്ട്. ഇത് തെറ്റാണ്. 17-ാം നൂറ്റാണ്ടല്ല, 16-ാം നൂറ്റാണ്ടാണ്. അപ്പൊ ഏതാണ് ആൻസർ? അതിനെ പറ്റി പ്രസ്താവിക്കുന്നു എന്ന് പറയുമ്പോൾ 1ഉം 2ഉമാണ്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകര സമ്മേളനം. കണ്ടോ? എന്താണ്? 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മഹിളാ സമ്മേളനം ചേർന്നത്. അതാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെടുന്നത്.
ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ് ബാരിസ്റ്റർ GP പിള്ള? മലയാളി മെമ്മോറിയൽ. കണ്ടോ 1891 മലയാളി മെമ്മോറിയലോടുകൂടിയാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം രാജാവിന് സമർപ്പിക്കുന്നത്. 96 എന്താണ്? ഡോക്ടർ പൽപ്പു ആണ്. എന്ത്? ഈഴവ മെമ്മോറിയലാണ്. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തതാരെന്നാണ്? ആരായിരുന്നു? ഷൺമുഖം ചെട്ടി. ഇപ്പൊ നമുക്ക് നോക്കാം. ദേ കണ്ടോ, കൊച്ചി രാജ്യപ്രജാമണ്ഡലം 1941 S നീലകണ്ഠയ്യർ, BR കൃഷ്ണഎഴുത്തച്ഛൻ, ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ എന്നിവരായിരുന്നു എന്താ കൊച്ചി രാജ്യപ്രജാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടവര്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാസി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏതാണ്? അഗസ്തീശ്വരം. മറ്റു താലൂക്കുകൾ ഏതൊക്കെയായിരുന്നു? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകളാണ് എന്താ മദ്രാസി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുന്നത്. കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെയാണ് കേരളത്തോട് കൂട്ടിച്ചേർക്കുന്നത്? കാസർഗോഡും ഹോസ്ദുർഗുമായിരുന്നു. ഈ 8 ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ഫേസിൽ ഉണ്ടായിരുന്നത്. ചുവടെ പറയുന്നതിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. കണ്ടോ, അതായത് കീഴരിയൂർ ബോംബ് കേസ്, ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തു. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. അപ്പൊ ഏതാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് ആര്? TK മാധവൻ. കണ്ടോ, കേരളത്തിൽ നടന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. TK മാധവന്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത്. പിന്നെന്താണ്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നയിച്ചിട്ടുണ്ട്. യോഗക്ഷേമ സഭ ആരുടേതാണ്? യോഗക്ഷേമ സഭ അതേ കിടക്കുന്നു. VT ഭട്ടതിരിപ്പാടാണ് എന്ത്? യോഗക്ഷേമ സഭ. അപ്പൊ ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? കണ്ടോ, ഇവിടെ ഒരു വ്യക്തമായി പറയുന്നുണ്ട്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, അതേപോലെ ഖിലാഫത്ത് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. നമ്മളോട് ചോദിച്ചിരുന്നത് ഉൾപ്പെടാത്തതല്ലേ? അപ്പൊ ഏതാണ്? ജനസംഖ്യാ അനുപാത സംവരണമാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? കിടക്കുന്നു. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളും എന്താണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് എന്താണ്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം നിഘണ്ടു അർണോസ് പാതിരി. മലയാള ഭാഷയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. പിന്നെ ഏതാണ്? മിഷണറി ആയ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും, ഹെർമൻ ഗുണ്ടർട്ട് എന്താണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും വരുന്നത്. കുണ്ടറ വിളംബരം നമുക്കറിയാം. ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അതും ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. കിടക്കുന്നു. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 3 പ്രിലിംസിന്റെ 3 ഫേസിലുമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ കേരള ഹിസ്റ്ററിയിലോട്ട് വരുമ്പോഴേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ പരിചയപ്പെടാം. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്